എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ. ഇന്ന് രണ്ടുപേർക്കും മുടക്കാണ്. അപ്പൊ കുറച്ച് ഫ്രീ ടൈം ഉണ്ട്. അപ്പൊ ലുലുവിലെ ഓഫറൊക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പൊ നമുക്ക് ഒന്ന് അവിടെ ചെല്ലാം. നമ്മള് നേരത്തെ ഒരു തവണ പോയായിരുന്നു. അന്ന് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മളിങ്ങ് പോകുന്നു അവിടെ കയറിയിട്ട്. അതുകൊണ്ട് ഇന്ന് ഓഫ് കിട്ടിയപ്പോ ഒന്ന് ശരിക്കും സമയമൊക്കെ എടുത്തൊന്ന് പുറത്തൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് വരാം. ചെറിയൊരു ചുറ്റിക്കറക്കല് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ലുലു മാളില് എത്തി. പണ്ട് കടന്നിട്ടേ ഉള്ളൂ. കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ സോനു? കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഓഫർ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഇനി കടക്കാം. എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് പയ്യെ ഇറങ്ങിയാൽ മതി, വീട്ടിലേക്ക് പോയാൽ മതി. നമ്മൾ കുറെ ആളായില്ലേ പുറത്ത് ഷോപ്പിംഗ്. ഇന്ന് നമുക്ക് ഇവിടെ ഫുഡൊക്കെ ഇവിടെ തന്നെ കഴിക്കാം. ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പതുക്കെ പോവാം. ഞങ്ങൾ ഇന്ന് ചൊവ്വാഴ്ച ആയിട്ട് തിരക്കൊന്നും കാണിയാലെന്ന് വിചാരിച്ചോണ്ട് വന്നത്. പക്ഷെ നല്ല തിരക്കാണ് അല്ലേ ചേട്ടാ? നല്ല തിരക്കാണ്. ഓഫർ ഉണ്ട്, അതാ ഓഫറിന്റെ ലാസ്റ്റ് ഡേയ്സ് ആയിട്ടുണ്ട്, അതാ തോന്നുന്നു അല്ലേ? ഇന്നിപ്പോ ട്യൂസ്ഡേ അല്ലേ? 20-ാം തീയതി വരെ ഒത്തിരി തിരക്കുണ്ട്. അപ്പൊ നോക്കാം നമുക്ക്. അന്വേഷിച്ചിട്ട് എടുക്ക ചെരുപ്പ. ഫുള്ള് ഓഫറുള്ള ഇതൊക്കെ ഇങ്ങനെ നോക്കിയെടുക്കാണ്. ഒത്തിരി ഒന്നും മേടിച്ചില്ല അല്ലേ? ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അപ്പം ഒത്തിരി ഒന്നും ഇല്ല, ഒന്നും മേടിക്കാനൊന്നും ഇല്ല. നമുക്ക് പിന്നെ പെട്ടെന്ന് അത്യാവശ്യമുള്ള അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് എല്ലാം ഒന്ന് കറങ്ങിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയുള്ളൂ. ഇനി നോക്കാം, നമുക്ക് എന്തെങ്കിലും നല്ല സാധനം കാണാണെങ്കിൽ വാങ്ങിക്കാം. ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ബില്ലടിച്ചിട്ട് വന്നു. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. സമയം 1:35. ഫുഡ് കഴിക്കാൻ പോവാം. കഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് താഴെ ഹൈപ്പർ മാർക്കറ്റിൽ പറ്റിയൊന്ന് കയറല്. നല്ല തിരക്കുണ്ട് ഇവിടെ. ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് കപ്പ ബിരിയാണി ഓർഡർ ചെയ്തിട്ടിരിക്കുക. 10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് വരാൻ വേണ്ടി. സോനു ഭയങ്കര സന്തോഷാട്ടോ. ഇവിടെ സീറ്റ് കിട്ടാൻ തന്നെ ഞങ്ങൾ ഒത്തിരി തിരക്കി പിടിച്ച് അവിടെ ഇവിടെ നടന്നിട്ടാ കിട്ടിയത്. തിരക്കാണെന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ 10-15 മിനിറ്റ് എടുക്കും. ഞങ്ങൾ കപ്പ ബിരിയാണി ഓർഡർ ചെയ്തായിരുന്നു. കപ്പ ബിരിയാണി അപ്പൊ വെയിറ്റ് ചെയ്യാം, അത് വരട്ടെ. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? കഴിച്ചു വന്നാ? ഞങ്ങളിപ്പോൾ കപ്പ ബിരിയാണി കഴിക്കാൻ പോവാണ്. ഇനി കഴിച്ചിട്ട് കാണാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സൂപ്പറാണ്. ക്വാണ്ടിറ്റി കുറവാണ്, പക്ഷെ നല്ല സൂപ്പറാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഭയങ്കര തിരക്കായിരുന്നു. നല്ല തിരക്കാണ്. അപ്പം അതുകൊണ്ട് സഫോക്കേഷൻ. കുറേ നേരം ഇതിൻ്റെ ഉള്ളിൽ
അപ്പൊ ഇപ്പൊ ഇനി താഴെ ഹൈപ്പർ മാർക്കറ്റിലൊന്ന് പോവാണ് ഞങ്ങള്. ഹൈപ്പർ മാർക്കറ്റിലും കൂടി കയറിയിട്ട് തിരിച്ച് പോവാം. ഞങ്ങള് ഹൈപ്പർ മാർക്കറ്റിന്റെ അകത്ത് കയറി. ഇവിടെ ഇപ്പൊ ഓഫറൊക്കെ സൺഡേ കഴിഞ്ഞായിരുന്നു, അതുകൊണ്ട് വലിയ സാധനങ്ങളൊന്നും അധികം വാങ്ങിയില്ല. കുറച്ച് സാധനം വാങ്ങിച്ച് നമ്മൾ പോവാ അല്ലേ? അതെ. ഇപ്പൊ ഞങ്ങള് ചായക്ക് 4 മണി ചായക്ക് കഴിക്കാൻ വേണ്ടിട്ട് സ്നാക്സ് ഭാഗത്ത് വന്നിരിക്കുക. ഇനി അത് മേടിച്ചോണ്ട് പോയേക്കാൻ. അങ്ങനെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇവിടുന്ന്. സോനു എന്ത് തോന്നുന്നു? നന്നായി പുറത്തിറങ്ങിയപ്പോ ഒരു നല്ല ആശ്വാസം. സോനു ഭയങ്കര ഹാപ്പി ആയിരുന്നു വന്നിട്ട്. അപ്പോൾ കുറച്ച് ഓഫറുകളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നല്ലേ? മിക്കതും തീർന്നു, കുറച്ച് സ്ഥലത്തുള്ള തീർന്നായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ വന്നു കണ്ടു, നമുക്ക് പോവാം. തിരിച്ച് വീട്ടിൽ വന്ന വഴിക്ക് ഇവിടെ ഞാവൽപ്പഴം മിക്കുന്ന സ്ഥലം കണ്ടു. അപ്പൊ അവിടെ അത് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. നികേഷന്റെ ഫേവറേറ്റ് സാധനമാണ്. അങ്ങനെ ഞങ്ങൾ ലുലുമാളിൽ പോയിട്ട് വന്നു. വീട്ടില് വന്ന് കയറി കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചുള്ളത്. കുറെ നേരം നിൽക്കാൻ പറ്റണില്ല. എനിക്ക് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. നമുക്ക് മേടിച്ച സാധനങ്ങളൊക്കെ കാണാം. ഇതൊരു ബെഡ്ഷീറ്റ് ഞങ്ങൾ വാങ്ങിച്ചു. ഇതിന്റെ മുകളില് 5000 rupees എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെ ആയിരിക്കില്ല. ഒരു നോക്കിയേ, 4299 1250 രൂപയ്ക്കാണ് കിട്ടിയത്. ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ മേടിച്ചു. ഞാനത് പിടിച്ചു നോക്കിയപ്പോ നല്ല മിനുസം, നല്ല നൈസ് പോലെ മേടിച്ചു. പിന്നെ ഇതിന്റെ അകത്ത് ഇല്ല, അതിന്റെ അകത്തൊന്നുമില്ല. അത് തിരക്കിയാ. അത് ഹൈപ്പർ മാർക്കറ്റ് ഇത് നോക്കി. ഇത് ബാത്ത് ടൗല് 2 ബാത്റൂമില് ഇടാൻ വേണ്ടി. ഇവിടെ ഉണ്ട് കുറെ എണ്ണം, എന്നാലും വാങ്ങിച്ചു 2. ഇതും ചെറിയ ഓഫർ ഇട്ടുണ്ടായിരുന്നു, അപ്പൊ വാങ്ങിച്ചാ നമ്മള്. ഇത് നമ്മള് ചായക്ക് പിന്നെ നമ്മൾ മേടിച്ചത് ചവിട്ടി മേടിച്ചു. വീട്ടിലേക്ക് കുറെ എണ്ണം ഒക്കെ പകുതി വില തന്നെയായിരുന്നു അല്ലേ? കുറച്ച് ക്വാളിറ്റി ഉള്ളതാണെങ്കിലും പിന്നെ ഈ സമയത്ത് നല്ല ഓഫർ ഉള്ളതുകൊണ്ട് കിട്ടി. അത് തന്നെ പല നിറത്തിലുള്ളത് വാങ്ങിച്ചു ഞങ്ങള്. പല വ്യത്യസ്ത നിറത്തിലുള്ള 3-4. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ എന്താ, പിന്നെ എനിക്കൊരു ചെരുപ്പ് മേടിച്ചു. സോനുവിനോട് വാങ്ങിക്കാൻ പറഞ്ഞ കൂട്ടാക്കിയില്ല. സാധാരണ ഒരു ചെരുപ്പ് വാങ്ങിച്ചു. ഇത്രേ വാങ്ങിച്ചുള്ളൂ നമ്മള് അല്ലേ? വേറെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ നമുക്ക് അത്ര അത്യാവശ്യ സാധനങ്ങളൊന്നും ഇപ്പൊ ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. അതെ, കുറച്ച് ഷോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. സോനു പാത്രങ്ങളൊക്കെ നോക്കിണ്ടായിരുന്നു. അവിടെ ഓഫർ കഴിഞ്ഞു എന്ന് പറഞ്ഞു, ഞായറാഴ്ച വരെ ഉള്ളായിരുന്നു. പിന്നെ അങ്ങോട്ട് കാര്യമായിട്ടൊന്നും നോക്കിയില്ല. പാത്രത്തിന് നല്ല റേറ്റ്, അതുകൊണ്ട് ഞാൻ പിന്നെ പക്ഷെ ചെറിയ പാത്രങ്ങൾക്ക് പകുതി വില ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓഫർ ഞായറാഴ്ച കഴിഞ്ഞു അതുകൊണ്ട് അത് കൊടുക്കണ്ടാവില്ല. അപ്പൊ ഇത്രയൊക്കെയാണ്. വേറെന്താ വിശേഷങ്ങള്? വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അതാ ഞങ്ങള് വ്ളോഗ് വീഡിയോ ആയിട്ടൊന്നും വരാതിരുന്നെ. ഇന്ന് പിന്നെ ഓഫും എല്ലാം കൂടെ ഒത്തു കിട്ടി. അപ്പൊ പുറത്ത് പോയിട്ട് പോന്നു, ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്ത്. അതെ, അപ്പൊ ഞങ്ങളുടെ ആനിവേഴ്സറി വീഡിയോയ്ക്ക് കുറെ പേര് ആശംസകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും നന്ദി. അങ്ങനെ 4 വർഷം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 5-ാം വർഷം ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ചതുപോലെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ വിശ്വസനെയും താങ്ക് യു സോ മച്ച്. സോനു, നീ നമുക്ക് പുതിയൊരു വീഡിയോ വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ വരാം. എത്രയും പെട്ടെന്ന് തന്നെ വരാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ബൈ. സന്തോഷമായിട്ടിരിക്കുക. ബൈ.